ഇതിനുള്ളില്ലേ എന്താ നല്ല ചൂടൂ. കൈ പൊള്ളണ ചൂടുണ്ട് കേട്ടോ. ക്യാമറ ഒക്കെ മങ്ങി. അപ്പൊ ഇവൽക്കൊരു ഐഡിയ കിട്ടിണ്ടാവില്ല. അപ്പൊ ഇപ്പോ ഞങ്ങൾ ഈ സ്ഥലത്ത് വെയിറ്റ് ചെയ്യണ്ട. കാരണം ഞങ്ങൾക്ക് എവിടേക്കും പോകാൻ പറ്റുന്നില്ല. സ്ഥലം തിരിയുന്നില്ല. ഗൈഡിനും അറിയില്ല, ആർക്കും അറിയില്ല. ഞങ്ങളിപ്പോ ഇവിടെ ഒരു പട്ട മാതിരിയാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഈ മഞ്ഞൊന്ന് കുറഞ്ഞെങ്കിൽ നമുക്ക് ഏ ഭാഗത്തേക്ക് തിരിയാൻ കഴിയുള്ളൂ. ഓലായിട്ടാണ് കാണുന്നത്. കണ്ടില്ലേ? ഞങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. കാണുന്ന കാഴ്ച കംപ്ലീറ്റ് തെറ്റിപ്പോയാല് നമ്മള് ബജീനി അസംബ്ലിയിലൊക്കെ എത്തിപ്പോകുന്ന ഇറങ്ങിപ്പോകും. നമ്മൾ വന്നത് വേറെ സ്ഥലത്താണ്. അതൊക്കെ പറഞ്ഞാൽ പിന്നെ വണ്ടി വെച്ചത് വേറെ സ്ഥലത്ത് 50 കിലോമീറ്റർ ദൂരത്താണ്. ഇപ്പൊ നമ്മൾ നടന്നിട്ട് മാറിപ്പോവാന്നാണ് പറയുന്നത്. അപ്പൊ 7500 mètres sur 2500 kilomètres de superficie. ഇന്നിവിടെ 4 മണിക്കൂർ മരണം മുഖാമുഖം കണ്ട ഒരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഞങ്ങൾ ഈ ലാവ പുറപ്പെടുന്ന ഈ ഗർത്തം കണ്ടതിന് ശേഷം ഞങ്ങൾ മടങ്ങവേ 11 മണിക്ക് മേഘം ഞങ്ങളിലേക്കുണ്ട് ഇറങ്ങി താഴോട്ട്. അതിൽ ഞങ്ങളെ വഴികൾ കംപ്ലീറ്റ് അടഞ്ഞു. ദിശയില്ലാതെ ഞങ്ങൾ വട്ടം കറങ്ങി. ഒരു 20-25 മീറ്റർ താഴെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഗൈഡുമാർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ അവരെ 20 കൊല്ലത്തെ എക്സ്പീരിയൻസ് പ്രകാരം ഇതുവരെ ആദ്യമായിട്ടാണ് പോലും ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിപ്പെടുന്നത്. പിന്നെ ആദ്യം ഇങ്ങനെ ഓരോ വഴികൾ കാണും, ഞങ്ങൾ നടക്കും. അത് ശരിയാവില്ല. ഒന്നുകിൽ മലൻ്റെ സൈഡ് അല്ലെങ്കിൽ ഈ ഗർത്തത്തിൻ്റെ ഭാഗം. ആദ്യമൊക്കെ ഒരു തമാശയായിട്ടൊക്കെ എടുത്തെങ്കിലും അവസാനം ഇപ്പോൾ കാര്യത്തിലായി. സമയം വൈകുന്തോറും വെളിച്ചല്ല. കാരണം നട്ടുച്ചക്കാണ് സംഭവം നടക്കുന്നത്. 3 മണിക്കാണ് ഞങ്ങൾക്ക് വഴി തിരിച്ചറിയാൻ കഴിയുന്നുള്ളൂ. അതുവരെ ഞങ്ങൾ കിടന്ന് കറങ്ങി. ആ ഒരു അനുഭവമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഗൈഡുമാരെ മുഖം മാറിയപ്പോഴാണ് ഞങ്ങളും ശരിക്കും ഭയപ്പെട്ടത്. കാരണം അവർ ടെൻഷനായി. ഞങ്ങൾ അപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ, മുമ്പ് അവിടെ മലൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടായി ആൾക്കാരെ കാണാനില്ലാതെ മരിച്ച് എന്നുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നും കൂടി ഭയപ്പെടുത്തും. പിന്നെ ഇവർക്ക് ആദ്യം ഒരു അനുഭവമാണ്. ഞങ്ങൾ ഒച്ചയിടുമ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിയാൽ നമുക്ക് വഴി തീരെ കിട്ടൂല. അവർക്ക് ഭയങ്കര പേടി. നമ്മളെങ്ങാട്ടിലും പേടി അവർക്കുണ്ട്. എന്തായാലും ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഇവിടുന്ന് പോണ സമയത്ത് ഒരു CH എഴുതിയൊരു കല്ല് കണ്ടിരുന്നു. അത് എൻ്റെ മുന്നത്തെ വീഡിയോയിൽ കാണാം. ആ കല്ല് കണ്ട അന്ന് ഞങ്ങൾ പോണ സമയത്ത് കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ നടന്നിട്ടാണ് വഴി കണ്ടെത്തുന്നത്. ഒരുപാട് കാൽപാദങ്ങൾ കണ്ടിട്ട് ഞങ്ങൾ നടന്നെങ്കിലും ഒന്നും ഉണ്ടായില്ല. അതൊരു ഫിനിഷിങ്ങിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ അത് കണ്ടതിന് ശേഷം ഞങ്ങൾ ശരിക്കുള്ള വഴിയിലെത്തിപ്പെടും. മേഘം മാറിയിട്ടൊന്നുമല്ല, ഞങ്ങൾ വഴി കണ്ടെത്തിയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടാണ്. 3 മണി കഴിഞ്ഞോടുകൂടി ഓൾറെഡി സൂര്യപ്രകാശം ഇല്ല. വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇത് നമുക്കിനി വൈകി കഴിഞ്ഞാൽ ഞങ്ങൾ ഇവരോട് ചോദിച്ച് നിങ്ങൾ ഗവൺമെൻറ് നമ്മളെ തിരഞ്ഞു വരുമെന്ന്. ഒരിക്കലും തിരഞ്ഞു വരില്ല അറിഞ്ഞു. അതിൽ ശരിക്കും ഞങ്ങൾ ഭയപ്പെട്ട്. കാരണം ഗവൺമെൻറ് അത്ര ഉത്തരവാദിത്വമൊന്നുമില്ല ഈ കാര്യത്തിൽ. പിന്നെ ഇവിടെ വിഷയം എന്ന് പറഞ്ഞാൽ മൃഗങ്ങളും മറ്റുള്ള ഒന്നും ഇല്ലെങ്കിൽ തണുത്തിട്ടുണ്ടല്ലോ. ശരീരം ആകെ കൂടുതൽ കോട്ടും കാര്യങ്ങളൊന്നും ഞാനൊന്നും യൂസ് ചെയ്തിട്ടില്ല. 1-2 ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തണുത്തിട്ടായിരിക്കും മരിക്കുക. അതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇനി വോയിസ് ഓവർ ഒന്നുമില്ല. ആ ലൈവായിട്ടുള്ള സംസാരവും എല്ലാം നിങ്ങൾ കണ്ട് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ,
അത് അഭി लोग आगे किया ना लोग का है കുറച്ച് ചിലപ്പോ കുറച്ചും കൂടി ഉച്ചയാലേ ഉച്ചക്ക് മേഘം പോവും അപ്പം കണ്ടുപിടിക്കും ഇപ്പൊ തന്നെ 1 മണി ആയിക്കും. ഉച്ചല്ല മലന്റെ അപ്പൊ റെഡിയാണ് പൈ റെഡിയാ ആ അതെ നമ്മള് മാത്രം വന്ന പെട്ടു. അല്ല നമ്മള് പോകുമ്പോ അതിന് സെറ്റാക്കി പോയാ മതി മാർക്ക് ചെയ്ത് പോണം കോമ്പസിറ്റ് മാർക്ക് ചെയ്ത് പോണേൽ അർത്ഥമില്ല ഭായി. ഇപ്പൊ മാർക്ക് കണ്ടിട്ട് അതേ വന്നത് ഓർമ്മയില്ല. സിനിമ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും हम इधर आया Nous, les staffs de Bismi Market, nous sommes en aventure au Kartala, le cratère le plus grand du monde, une altitude de 2361 mètres. Coucou, ça va? Voilà, nous sommes l'équipe de Bismi Market venue découvrir le mont Kartala, le sommet le plus haut du monde, qui a une hauteur de 7500 mètres sur 2500 kilomètres de superficie. 2300 kilomètres de 2300 mètres de superficie. Et il fait très très froid. Le climat est très froid. Nous sommes sur le plus haut sommet actuellement. Et voilà, toute l'équipe est là. Nous sommes 13 personnes. Nous sommes tous équipés et une belle aventure. Merci. മോർ Moi, ഈ കാണാതിരി Ikanga ugori mbu kaji déplacer parce que quand déplacer oka problème andu chalana abantu soka mwa konyo nzima മലയാളം പറഞ്ഞോ wahimi bazima wasijotalana parce que kwa talana ngujukiriola ya sezemba jini hawela za mtsamihuli changara ntona dema konyo nzima devon bazima rido തെറ്റിപ്പോയാല് നമ്മള് ബജിനി അസംബ്ലിയിലൊക്കെ എത്തിപ്പോകുന്ന ഇറങ്ങിപ്പോവും നമ്മൾ വന്നത് വേറെ സ്ഥലത്താണ് അതൊക്കെ പറഞ്ഞാൽ പിന്നെ വണ്ടി വെച്ചത് വേറെ സ്ഥലത്ത് 50 കിലോമീറ്റർ ദൂരത്താണ് ഇപ്പൊ നമ്മൾ നടന്നിട്ട് മാറി പോവാന്നാണ് പറയുന്നത്. അപ്പൊ കുറച്ചേരോട് വെയിറ്റ് ചെയ്താല് ഇതിന്റെ ഫോക്കൊക്കെ ഒന്ന് പോയാലേ അപ്പൊ ഒന്ന് മനസ്സിലാവും. pare denzi ewa ziarangula mvuni ata jusqu'à Kartala peut-être à combien de mètres 50 mètres comme ça 50 കിലോമീറ്റർ 50 mètres mvuni c'est Kartala കിലോമീറ്റർ അതായത് 50 കിലോമീറ്റർ ആണ് ഇപ്പൊ നമ്മൾ കാറ് വെച്ചതിന്റെ ഒരു 2-3 കിലോമീറ്റർ ഉണ്ട് ബാക്കിലേക്കാണ് ഇങ്ങോട്ടൊക്കെ ഒരു 50 കിലോമീറ്ററാണ് പറയുന്നത്. Inu combien de kilomètres inu langage meter combien parce que nous c'est grand ouais parce que inu dia moi Kartala inka jaba kimfuni là voilà fala buni pia la Kartala chamfuni toutes les ngazija gio kana hena ngazija mbujo bila mwanzia ha Kartala shaba wandu ngwa hindiniyo ngwa preveyo parce que mvuni ngabo pare ngwadungo magari jusqu'à Kartala വണ്ടിയുള്ളതിനെ കൊണ്ട് ഇപ്പോഴും അതിന്റെ കിലോമീറ്റർ ഒന്നും മനസ്സിലായില്ല. ആദ്യമൊക്കെ നടന്നാൽ 2-3 ദിവസമൊക്കെ പിടിച്ചിട്ടാണ് ഇവിടെ എത്താന്നാണ് പറയുന്നത്. shayi chino china kwatsina pare de mana kana ndo wenji utsunguwa അതൊക്കെ എങ്ങനെ പറയാൻ സെബോ ന്യൂസ് ayichewinja sa ndo wenji ngatsunguwa wa bifuni sike kwatutabia hali ka hali wasuka pare kudola la tondroni ata swabili joza Kartala ആദ്യം വരുന്ന ആൾക്കാരൊക്കെ താഴത്തെ ഒരു ദിവസം നിന്ന് രാവിലെ എണീച്ച് നടക്കലാണ്. c'est bon എന്തെങ്കിലും വൈ കണ്ടു. ഇപ്പോ ഞങ്ങൾ ഈ സ്ഥലത്ത് വെയിറ്റ് ചെയ്യണ്ട കാരണം ഞങ്ങൾക്ക് എവിടേക്കും പോകാൻ പറ്റുന്നില്ല, സ്ഥലം തിരിയുന്നില്ല, ഗൈഡിനും അറിയില്ല, ആർക്കും അറിയില്ല. ഞങ്ങളിപ്പോ ഇവിടെ ഒരു പട്ട മാതിരിയാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. ഈ മഞ്ഞൊന്ന് കുറഞ്ഞെങ്കിൽ നമുക്ക് ഏ ഭാഗത്തേക്ക് തിരിയാൻ കഴിയുള്ളൂ. ഓലായിട്ടാണ് കാണുന്നത്. കണ്ടില്ലേ, ഞങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ കാണുന്ന കാഴ്ച. കംപ്ലീറ്റ് ഏത് ഭാഗം നോക്കിയാലും ഒരേ അവസ്ഥയിലാണ് ഉള്ളത്. ഇപ്പോഴത്തെ അവസ്ഥ കണ്ടീഷൻസ് ഞങ്ങളുടെ അവസ്ഥ മൊത്തത്തിലും ഈ ഒരു അവസ്ഥയാണ്. ഇപ്പോഴത്തെ അവസ്ഥ തന്നെയാണ് കേട്ടോ. തണുത്തിട്ടാണെങ്കിൽ കൈകളൊക്കെ മരവിച്ച്
സ്കൂട്ടിമൊക്കെ ഐസ് ഉണ്ടാവല്ലോ തുടങ്ങിയിട്ട്. തണുത്തിട്ട് സ്റ്റിക്കൊന്നും പിടിക്കാൻ വയ്യ. ഞങ്ങൾ വീണ്ടും പോവുകയാണ് കേട്ടോ. വന്നോടത്തേക്ക് തന്നെയാണ്, അതാണല്ലേ. ഞങ്ങള് ഗർത്തത്തിന്റെ അടുത്ത് വരെ പോയിരുന്നു, ഗർത്തം വരെ പോയി. ഞാൻ ഗർത്തത്തിലേക്ക് ഞങ്ങൾ നടന്നു നോക്കാം, എന്നാ പഴയ വഴി കിട്ടാൻ സാധ്യത. നമ്മൾ അവിടെ നിന്ന് വരുന്നത് അത്ര ഉണ്ട് വാളിപ്പോയി. ഈ സാധനങ്ങൾ കാണാൻ തുടങ്ങിയല്ലോ, ഈ സാധനങ്ങൾ കാണാൻ തുടങ്ങിയല്ലോ. ആ പൊറ്റ ഇല്ല, നമ്മളെ കാലില്ലല്ലോ. ഞങ്ങളെന്തായാലും നടക്കന്നെ കേട്ടോ. മഴ ക്ലിയർ ആവും. അപ്പൊ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ തിരിച്ചറിയാം അല്ലേ? ഗൈഡിന്റെ ആയിട്ട് വന്നുള്ള അവസ്ഥ ഇപ്പൊ ഇതില്ലേ? ഇല്ലെങ്കിൽ എന്തേക്കാര അവസ്ഥ? വീണ്ടും വന്ന വഴിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെത്തു എന്തെത്തു എങ്ങനെത്തു നല്ല തണുത്ത കാറ്റും അടിയുന്നു. हमको वो चाहिए, वो तुमने फोटो लिया ना, वो पत्थर का घर का जैसा, वो तुमने का ഐഫോണിൽ അവിടെ എടുത്ത പോലെ ഫോട്ടോ എടുക്കി. ഫുഡ് കഴിക്കുമ്പോ ഫോട്ടോ എടുക്കോ? ലൊക്കേഷൻ കിട്ടുണ്ടോ? ഐഫോണിൽ ഞാൻ എന്റെ ഫോണിൽ ഫോട്ടോ എടുത്തില്ല. आरे फोन फोटो मेरा सैमसंग में होगा सर. ओपन करो, उसमें लोकेशन ऑन है ना? ആസിഫിന്റെ ഓണാക്കുന്നാല് ഞങ്ങളെ ലൊക്കേഷൻ തപ്പണം. ഞങ്ങള് വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ നടന്നു നോക്കട്ടെ. ഏകദേശം ഒരു ഐഫോണിന്റെ സെറ്റപ്പ് വെച്ച് എടുത്ത ലൊക്കേഷൻ നോക്കിയിട്ട് താരതമ്യം ചെയ്ത് ഞങ്ങൾ നടന്നു നോക്കുകയാണ്. തടുത്തിട്ടും കയ്യ് യാ അല്ലാ മരവിച്ചിട്ടും വയ്യ. കയ്യൊക്കെ കട 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 കയ്യിന്റെ പ്രവർത്തനമൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങി. അറച്ചി കാല് ഇത് നമ്മളെ കാലം തന്നെ എപ്പ പോയാ? അപ്പൊ അങ്ങോട്ടൊക്കെ ഇനി അങ്ങോട്ട് തന്നെയല്ലേ, സ്ഥലത്തൊക്കെ തന്നെയല്ലേ പോണ്? കാല് കോളാക്കല് ചവിട്ടിട്ട്. അല്ല ഇങ്ങനത്തെ ഒരു ഗർത്തൻ നമ്മള് കേറി നിക്കണ. എനിക്ക് ഒരു ഐഡിയയും കിട്ടില്ല, ഒക്കെ ഒരേ പോലെ എനിക്ക് വേറെ സംഭവം ഉണ്ടിട്ടാ. നമ്മള് വെള്ളം ഒലിച്ച് പോയതിന്റെ ഓപ്പോസിറ്റ് ആണ്, പോയോടത്തേക്കാ പോയത് നമ്മള്. അപ്പൊ വെള്ളം വരുന്ന വഴിക്കാണ് നമ്മൾ പോകേണ്ടത്. അല്ല നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല? ആസിഫ് വെള്ളം പോണതിനൊപ്പായിരുന്നു നമ്മള് കർത്താല കാണാൻ പോയത്. അപ്പൊ വെള്ളം ഇങ്ങണ്ടാ പോണത്, അപ്പൊ നമ്മൾ ആണ്ടാ പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ അല്ല, എന്നാലും നമ്മളൊരു ഊഹം പറയാ അല്ലേ?
കാലടകളുണ്ടല്ലേ ആ ഇതാ അത് ബാക്കാ മുന്നാ മുന്നാ ഇത് മുന്നാണല്ലേ ആ ഇത് ഇന്നത്തല്ല ഇത് നമ്മളതല്ല ഇത് വേറെ ടീമിന്റെ ആണ് ആടാ ഈ സ്ഥലം ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടാ ഇത് നമ്മൾ കടന്നിട്ടുണ്ട് ഈ സ്ഥലം നമ്മൾ കടന്നിട്ടുണ്ട് എവിടുക്ക പോണ്ടത് എവിടുക്ക വരണ്ടെന്ന് അറിയില്ല ഇപ്പത്തെ കണ്ടീഷൻ അത് ശരി ഇപ്പൊ അവർക്ക് പിടുത്തം കിട്ടിണ്ടാവല്ലോ ആ വഴി തെറ്റിയോണ്ട് ഇപ്പൊ ഇത് കിട്ടിയില്ല ഇതിനുള്ളില്ലേ എന്താ നല്ല ചൂടൂ കൈ പൊള്ളണ ചൂടുണ്ട് കേട്ടോ ക്യാമറ ഒക്കെ മങ്ങി മഞ്ഞുമൽ ബോയ്സ് പോലെ ഔട്ടോ അപ്പൊ ഇവൽക്കൊരു ഐഡിയ കിട്ടിണ്ടാവല്ലോ അപ്പൊ ഇത് ഫസ്റ്റ് ചെറുതായിട്ട് പൊട്ടിയത് അതിന്റെ എന്താണ് ഇപ്പോഴും ബാക്കിയുള്ളത് ഇവിടെ അതുപോലെ വരും ചെയ്യണം എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല എന്തായാലും അവസ്ഥ ഒന്നും കാണാനില്ല കേട്ടോ അത് നമ്മളെ ശരീരം പ്രഷറിൽ ചൂടില്ല ഇതിൽ കൂടെ നമ്മൾ നേരത്തെ പോയിട്ടില്ല ആ എന്നാ പോട്ടെ എന്നാ തന്നെ ആവുന്നാല് എല്ലടാ ആ മല എത്തിയിട്ട് നമ്മൾ അവിടെ നിന്നല്ലേ കൊളായത് സെയിം തന്നെയാണ് ആ കാണുന്ന മല ചെറുത് അത് ചെറുത് മുന്നില് അവരുടെ അവിടെ അസഞ്ച് അപ്പോ എന്തെങ്കിലും റൗണ്ട് അടിക്കണമെന്നുള്ളൂ ആ പടപ്പാട് കൊറേ വന്നല്ലോ ഒരു കൊടുത്തുണ്ടാവും ലാസ്റ്റ്
ഇവല് ഗൈഡുമാരെ വല്ലാത്തൊരു അനുഭവമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറേ മഞ്ഞൊന്നും പോയില്ലേ, വെളിച്ചം വെച്ച്. ആ വരി വരി. മലന്റെ അപ്പുറത്ത് കിടന്ന ലെഫ്റ്റിക്ക് പോകുമ്പോ മല ലെഫ്റ്റായി കിട്ടും. അവിടെ ചെന്ന കാലറിയാം നമുക്ക് എവിടുക്കാന്നുള്ളത്. അതാ പറഞ്ഞത്. അല്ല നമുക്ക് ആണ്ടല്ലേ പോകേണ്ടത്. സംഭവം ശരി, നമുക്ക് അവിടെ പോവാ. ആസിഫ ഇവിടുന്ന് നമ്മൾ ബാക്കിലേക്കാണ് നടക്കണ്ടേ, ഏ ഭാഗത്തേക്കെന്ന് അറിയില്ല. കാല് കിട്ടുമല്ലോ നമുക്ക്. വരി. ആ അല്ലല്ല അതല്ല പറഞ്ഞത്. നമ്മൾ ആ CH എഴുതിയ സ്ഥലം കണ്ടില്ല? ഞാൻ പറഞ്ഞില്ല ബിസ്മി മാർക്കറ്റ് എഴുതാന്ന്. ആ ബോർഡ് ഇതാ, ആ സാധന കല്ല് അവിടെ പോയിട്ട് നമ്മൾ ബാക്കിക്ക് നടക്കി. വരി. അതാണ് ഉദ്ദേശിച്ചത്. കണ്ട നമ്മൾ പോയ വഴി. ആ അവിടുന്ന് ഇങ്ങോട്ട് നടക്കണ്ട. നിങ്ങൾ വരി, ഒരിടത്ത് വരാൻ പറയും. ഇപ്പൊ നമ്മള് സത്യം പറഞ്ഞാൽ കണ്ടത് ഓരോട് പറയും വരിക. ഇനിയും കണ്ടാ പോകല്ലോ, നമുക്ക് വരാൻ പറയും. വരി വരി. ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാണ്. കണ്ട കണ്ട ഈ സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പാസ്സായിക്കണ്. ഇവിടെ കാലം എവിടെ നോക്കിയാൽ ഈ CH മുന്നിൽ കൂടെ നമ്മളെ കർത്താലേക്ക് നടന്നത്. അപ്പൊ ഇതിനെങ്ങോട്ട് നടക്കണം നമ്മള്. ഇതിനെങ്ങോട്ട് നടക്കണം. ഇങ്ങോട്ട് നടക്കണം നമ്മള്. അല്ലല്ല ഈ CH നമ്മള് കണ്ട. ഇത് അവിടെ ഉണ്ടാ എന്താ CH വേറെ എത്തല്ലേ. നമ്മള് CH കണ്ടിട്ടുള്ളൂ. നമ്മളെന്താ ഇവിടെ ഇങ്ങനെ നടന്നു പോകും. CH മുന്നിൽ കൂടെ നമ്മള് കർത്താലേക്ക് പോയത്, ആ ഗർത്തത്തേക്ക്. അങ്ങനെയാണെങ്കിൽ ഈ CH ആ ഇനി നമ്മള് ഓപ്പോസിറ്റ് നടക്കണം ഇവിടുന്നാണ്ട്. പക്ഷെ കാല് നമ്മള് കാണണം. കാണുന്ന ഈ അവസ്ഥ ഷോ എന്നിട്ടാണെങ്കിൽ വയ്യ, കയ്യൊക്കെ വിറക്കണ്. വഴിയാണെ ഞങ്ങക്ക് കറക്റ്റ് ആയിട്ടില്ല. കർത്താലിന്റെ മുകളിലാണ് ഞങ്ങൾ വിളയാട്ടം. ഗ്രൗണ്ട് ഗ്രൗണ്ട് ഗ്രൗണ്ട്. ഇവിടെ കൊറേ ചെരുപ്പുണ്ടല്ലോ. അതാ ഓക്കെ നമുക്ക് കുഴപ്പമില്ല. ഇത് ഇവിടുന്നാണ് നടന്ന 1 കിലോമീറ്ററോട് നമ്മൾ അവിടെ എത്തും. ഓപ്പോസിറ്റ് ആണെങ്കിലേ ആ എന്തിനാ പേടിക്കണ്. ആ ഇങ്ങനെ നടക്കാം നമുക്ക്. ഇങ്ങനെ നടന്നാല് കറക്റ്റ് 1 കിലോ സ്റ്റെപ്പ് നോക്കാം. ആ ശരിയാണ്. ആ ഉൾട്ട ചെയ്യ ചെയ്യേക്കാം. വരി വരി. ഇപ്പൊ റെഡിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ ഞങ്ങള് വഴി കാലടയാളം കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങനെ നടന്നു നോക്കാം. വരി വരി വരി. കാല് കറക്റ്റ് ആണ്ടന. അപ്പൊ ഞാൻ ഓപ്പോസിറ്റ് അടുക്കാം. ചെയ്യ ചെയ്യ പറ പറ. ഇപ്പൊ കാലിന്റെ അടയാളം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ അടയാളത്തിന് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കണം. എന്തായാലും ലക്ഷ്യത്തിലെത്തിയാല് പേര് അറിയിക്കും. ചിരി വരുന്നുണ്ട്. എന്നാല്
എത്താനുള്ളൊരു ബുദ്ധിമുട്ടുമുണ്ട്. കർത്താലന്റെ അതിമനോഹരമായ ഒരു പ്രതലത്തിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റെഡിയാണ്, ഇപ്പൊ കറക്റ്റാണ്. ആ ഈ കാലടികളല്ല ഞാൻ പറഞ്ഞേ. നോക്ക് നമുക്ക് എന്നാലേ. ആ ഒക്കെ ഓപ്പോസിറ്റിലാണ് നമ്മള്. ആ റെഡിയാണ്, ഇപ്പൊ റെഡിയായി. നമ്മളാ പറഞ്ഞ മലന്റെ അടുത്ത് നിന്നിട്ട് അതന്നെയാണ് ശരി. ആ അരുക്കൂടെ നടന്നാ മതിയെന്ന്. നമ്മൾ നടക്കാതിരുന്നാണ് പ്രശ്നം. നമ്മളെ ലെഫ്റ്റ് സൈഡിൽ മല കണ്ടില്ല. പോയില്ലേ? അല്ല, അവിടുന്ന് ഒരു അല്പം കൂടി കടന്നോട് പറ്റി. അഞ്ഞ് മാറണ്ട, ഞാൻ അരുക്ക് വേണ്ട. ഉദർനേ ജാവോ പാവോ. സെയിം സെയിം ദാ ഈ അലക്കുൽ താഴെ കൂടെ നടന്നാ കണ്ട കറക്റ്റായി. ഇപ്പൊ ഇഷ്ടം പോലെ. അഭി റെഡി അഭി റെഡി അഭി ബറാബർ റെഡി റെഡി. തെളിഞ്ഞ് 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 തൊപ്പി തൊപ്പി ആ പിടിച്ചേ. ഇപ്പൊ അൽഹംദുലില്ലാ സമാനായി. ആ പോണ്. ഇപ്പൊ ഏകദേശം രൂപ അങ്ങ് കിട്ടും. നടക്കട്ടെ. അങ്ങനെ സെറ്റപ്പ് സ്ഥലം കേട്ടോ. ഇപ്പൊ ഞങ്ങള് മനസ്സിൽ ബേജാറ് കയറിയിട്ട് ലാസ്റ്റ് തിരിച്ചിട്ടിയ സ്ഥലമാണ്. മനസ്സമാധാനം വിളിച്ചു വെച്ചല്ല. ഞങ്ങൾക്ക് മറ്റേത് ഒന്നും കാണാൻ പറ്റില്ല. 25 മീറ്റർ കൊണ്ട് ചുറ്റളവ് കാണാൻ പറ്റിയിരുന്നില്ല. കുറെ ആൾക്കാർ അവിടെ എത്തി. ഞാനിപ്പോ റോങ്ങാണ് നടക്കുന്നത്. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നടക്കണം. അവിടെ കാണാൻ ഒരു വെള്ളച്ചാട്ടാണ്. ഇതൊരു വെള്ളച്ചാട്ടം വറ്റിയിട്ടുള്ളൊരു അവസ്ഥയിലാട്ടോ ഈ കാണുന്നത്. മലന്റെ മുകളിൽ നിന്ന് ഞങ്ങൾ ആ മല ഇറങ്ങി വന്നിപ്പം മറിഞ്ഞിട്ട്. കണ്ടില്ലേ പ്രകൃതിന്റെ ഭംഗി മുഴുവൻ കാണിക്കണ്ട നമ്മളെ. കർത്താല സൂര്യൻ പായണന്റെ മേഘങ്ങൾ പായണുണ്ടാവും. എന്താണ് ഈ ദൃഷ്ടാന്തം? വല്ലാത്തൊരു അനുഭവമാണ്.
കാലം ഒരു വിധമായിട്ടോ അത്ര മണിക്കൂറായി നടന്നു തുടങ്ങിയിട്ടറിയാം. വൈകിട്ട് ഡൗട്ട് തീർന്ന് ഇത് കണ്ടോടുകൂടി കഴിഞ്ഞില്ല. ആ അതന്നെ അതന്നെ ഇപ്പൊ സമാധാനായി. ഈ എന്തായാലും ഈ അരി കൂടെ ഇങ്ങനെ പോയി ആ പുല്ലിന്റെ ഇതിനുള്ളിലേക്ക് അപ്പൊ എനിക്കറിയുണ്ടാവും. നമ്മള് പോകുമ്പോ ഈ ഗ്രൗണ്ട് നല്ലോണം കണ്ടില്ല. ഇത് നമ്മൾ ഇതിൽ കൂടെ തന്നെ പോയത്. പക്ഷെ മഞ്ഞിന് നമ്മളവിടെ ഭക്ഷണം കഴിച്ചാ ഈ ഗ്രൗണ്ട് കഴിഞ്ഞ പാടാണ് ആരും ഇതിനെ കഴിച്ചത്. ഗ്രൗണ്ട് ഓർമ്മയില്ലാതെ ഇനി അതാ നമ്മളാ കല്ലും മുള്ളൊക്കെ ചാടി പോവാന്. ടെൻസാനിയയില് നമ്മള് കുറച്ച് മുൻകരുതലിൽ എടുക്കേണ്ട ബസ്. കാരണം മലയാളം നമ്മൾ കണ്ടാലും മാത്രമല്ല മറ്റോ ഇംഗ്ലീഷുകാരനാണ്. 50 വർഷം അല്ല നമ്മള് കുറച്ചുകൂടി എന്തൊക്കെയും മുൻകരുതലുകളെ അതായത് ഐഡിയകൾ നമ്മൾ ഉണ്ടാക്കണം. അല്ല അവിടെ നമ്മള് നെറ്റ്വർക്ക് ഇല്ലാത്ത വഴിക്ക് നമ്മൾ പോണില്ലല്ലോ. അല്ല പറയാ ഈ നെറ്റ്വർക്ക് ഇല്ലായിട്ടാണ് ഈ വിഷയങ്ങൾ കംപ്ലീറ്റ്. 1-2 ദിവസമല്ല, ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ തിങ്കളാഴ്ച. പക്ഷെ ഇതായി കാരണം നമുക്ക് ഹൃദയത്തിൽ പതിഞ്ഞു കിടക്കണത് ഇത് നമുക്ക് തിരുത്താൻ പറ്റൂല. കാരണം എന്താ, അത് നമ്മുടെ മനസ്സിൽ കീഴടക്കി. എന്താ ഇത് കഥ? ഇതൊക്കെ ജനങ്ങൾ കാണണല്ലോ. കർത്താൽ എന്താന്നുള്ളത് ഇത് കണ്ടില്ല. ഇത് ഇങ്ങനെ മഞ്ഞ് മൂടി കിടക്കുമ്പോൾ രസം എന്തായിരിക്കും അല്ലേ? ഇത് മഞ്ഞ് മൂടുന്ന കാലത്ത് ഒരിക്കൽ വരണം നമ്മളെ. പക്ഷെ നമുക്ക് പോവില്ല, നടക്കാൻ കഴിയില്ല, കാല് പൊളിയും. കാരണം എന്താ, ഇതിന്റെ അടിച്ചൊന്നും നമുക്ക് അറിയില്ലല്ലോ. എന്താ ഇതിലെ ഈ കല്ലിലുണ്ട് എന്റെ മൈക്ക്. വീണോ? ഒരു മിനിറ്റ് കണ്ടുക്കണോ? ഒരു മിനിറ്റ്. ഹലോ, എന്റെ മൈക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. എന്റെ മൈക്കൊന്ന് ചാടി താഴോട്ട്. ഇത് കാണുന്നുണ്ട് ഈ അവസാനം. വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ അത്. കാല് ഷൂ ഒക്കെ ഏകദേശം പൊളിഞ്ഞ് തീരുമാനമായി. ഇത് മഞ്ഞ് മൂടി കിടക്കുന്ന കാലത്ത് വന്നാൽ കാല് പൊളി, നടക്കാൻ കഴിയില്ല. ഇതൊക്കെ ഓരോ ചെറിയ ചെറിയ ഗർത്തങ്ങളാ, അതിലേക്ക് പാസ്സാവും നമ്മൾ. എന്തായാലും ഒരു അത്ഭുത ലോകത്തിലൂടെ ആണ്ടോക്കൂടെ ഒരു മല കാണാത്ത നേരത്തെ. ആ അതിന് മുകളിലൊന്ന് കയറണ. എന്താപ്പത്? ആ ലുക്കിലൊരു മല കാണുന്നുണ്ടോ? ഞങ്ങൾക്ക് ഇനി സമയമില്ല. ഞങ്ങളപ്പോൾ ഇതിന് ഇറ്റാകുമ്പോൾ നാട് വിടണം. വിശാലമായ എത്ര ഭംഗി എന്ന് പറഞ്ഞാൽ ഭംഗിയൊന്നും വർണ്ണിക്കാൻ കഴിയാ. ഈ ഒരവസ്ഥ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അത്രയും സംഘർഷഭരിതമായൊരു 4 മണിക്കൂർ അതിജീവിച്ചിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ എൻഡിലെത്തിയിട്ടുള്ളത്. ഇനി ഒരിക്കൽ കൂടി ഇവിടെ വരണം എന്നൊരു ആഗ്രഹം ഇനി ഇല്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത് റിട്ടേൺ വരുന്ന സമയത്ത് ഈ സംഭവിച്ച ഈ ഒരു ട്രാജഡി ശരിക്ക് രണ്ടാമത് അവിടെ പോകണം എന്നുള്ളൊരാഗ്രഹം ഉള്ളതില്ലാതാക്കി. കാരണം ശരിക്കും ഒന്ന് ഭയപ്പെടുത്തി കളഞ്ഞു എല്ലാവരും. അങ്ങനെ ഇവിടെ എത്തിയില്ലെങ്കിൽ എന്തായി പോവും എന്നൊരവസ്ഥയിലാണ് എല്ലാവരും പേടിച്ചത്. എന്തായാലും ഇനി അടുത്ത പുതിയൊരു വിശേഷവുമായി നെക്സ്റ്റ് വീഡിയോയിൽ
കാണാം. ഓക്കെ, ബൈ.